ഈ പ്രായം ചെന്ന് വരുന്നതിൻ്റെ ആണോ എന്നറിയത്തില്ല, ഭയങ്കരമായിട്ട് വായി നോക്കും. ഇപ്പോൾ വർക്കിനൊക്കെ പോകുമ്പോൾ അവിടെ നിന്നങ്ങ് വായി നോക്കും. എൻ്റെ ദൈവമേ, ഇപ്പം അവിടെ നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവിടെ വരുന്ന ഗസ്റ്റൊക്കെ ഉണ്ടല്ലോ, ചെക്കന്മാരിരുന്ന് ഇങ്ങനെ വായി നോക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോഴത്തെ ഒരു ഹോബി എന്ന് വെച്ചാൽ എൻ്റെ താടിയുള്ള ചെക്കന്മാർ, അവന്മാരെ ഇപ്പം എൻ്റെ നോട്ടം ഇട്ടേക്കുന്നത് അങ്ങിരുന്ന് വായി നോക്കും. സത്യമില്ല, ഒരു മാസത്തിൻ്റെ ഒരു കല്യാണത്തിൻ്റെ ഇടയ്ക്ക് കല്യാണ ചെക്കനെ ഞാനങ്ങ് നിന്ന് വായി നോക്കി. എന്നാന്നറിയത്തില്ല, അവന് നല്ലൊരു താടിയൊക്കെയുണ്ട്. ഞാൻ നമ്മളെ ഫുഡ് സെർവ് ചെയ്യുന്ന ചേച്ചിമാരില്ലേ, ഞാൻ അവരോട് പോയി പറഞ്ഞേ, ചേച്ചി എനിക്കിത് ആ ചെക്കനോട് ക്രഷായെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിമാർ ചോദിച്ചു ഏത് ചെക്കൻ? ഞാൻ ഏതാ നമ്മുടെ കല്യാണ ചെക്കൻ. അപ്പോൾ അവർ പറയാണ്, എൻ്റെ പൊന്നു പെണ്ണേ നിന്നെയും കൊണ്ടും അടുത്തല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നമുക്കൊരു ക്രഷ് തോന്നാലോ, സ്വാഭാവികം. പിന്നെ നമ്മളത് അവിടെ കഴിഞ്ഞ് അവിടെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങ് പോരും, അത്രേ ഉള്ളൂ. റിസപ്ഷനെല്ലാം കഴിഞ്ഞ് ചെക്കന് ഫുഡ് കഴിക്കുക. അപ്പോൾ ഞാനങ്ങ് ദൂരെ നിന്ന് മാറി അങ്ങ് വെള്ളം ഇറക്കുക ഞാൻ കിടന്നുകൊണ്ട്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ചെക്കൻ എന്തോ ടയേർഡായിട്ട് നിന്ന്. ആള് ഇവിടുത്തുകാരനല്ല, കണ്ണൂരുകാരനല്ല, വേറെ ഒരു ജില്ല. അയ്യോ അറിയാതൊന്നും വായിന്ന് പോയേക്കല്ലേ ജില്ല. ആ പെങ്കൊച്ചോ ആ ചെക്കനെ അങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവേ എൻ്റെ മോളെ ചേച്ചി ആ ഒറ്റ ദിവസം നോക്കി എന്നുള്ള നേരം, അല്ലാതെ എൻ്റെ പൊന്നുമുത്തേ ചേച്ചിന് പാവ. അപ്പം പറഞ്ഞു വന്നത്, ആ ചെക്ക ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാൻ വേണ്ടി പോയി. ഞാൻ നൈസായിട്ട് പുറകെ പോയി. എന്നിട്ട് ഞാനെന്താക്കി, ചെക്കൻ്റെ പുറകെയല്ല പോയത്, ഞാൻ കുറച്ച് അകലെ വിട്ട് ഞാനും അങ്ങ് ഐസ്ക്രീം ഉണ്ടായിരുന്നു അവിടെ. ഞാൻ എൻ്റെ ഐസ്ക്രീം തിന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ട് ഇപ്പുണ്ട്. എന്നിട്ട് ചെറുക്കൻ കൈ കഴുകി എൻ്റെ മുന്നിൽ കൂടെ വന്നത്. അപ്പോൾ ഇങ്ങനെ ചെറുക്കൻ ഒരു ഫോർമാലിറ്റിക്ക് അങ്ങ് ചിരിച്ച് കാണിച്ചു. ഓ മതി, എനിക്കത് മതി, തൃപ്തിയായി. അപ്പം പ്രായം ചെന്ന് വരുന്നതിൻ്റെ ആണോ ഒരു വല്ലാത്തൊരു പ്രശ്നമാണ് എനിക്കിപ്പം. പിന്നെ അത് താടി ഇല്ലാത്തൊരു വിഷമിക്കണ്ട, ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ക്രഷൻ്റെ അങ്ങ് മാറും. താടി ഉള്ളതിൻ്റെ, താടി ഇല്ലാത്തവരുടെ ക്രഷിലേക്ക് ഞാൻ വീഴും. അപ്പം ഞാനുള്ള കാര്യം തുറന്നു പറഞ്ഞാണ്, ഈശോ നാളെ എൻ്റെ ഇത് ഡ്യൂട്ടീനെ ബാധിക്കുമോ? ഇല്ലായിരിക്കും അല്ലേ? എല്ലാവർക്കും തോന്നുന്നതല്ലേ ക്രഷും ഒരു അട്രാക്ഷനൊക്കെ. ഞാനത് തുറന്നു പറഞ്ഞു. അറിയാതെ എത്ര പേരുണ്ട് അല്ലേ? തോന്നും, മനുഷ്യ സഹജമാണ്, തോന്നും. ഒരു തെറ്റായിട്ടൊന്നും തോന്നില്ല, കാരണം നമ്മളത് അവിടെ ഉപേക്ഷിച്ചിങ്ങ് പോന്നാൽ മതി. അതും കൊണ്ട് മനസ്സിലിട്ട് വിങ്ങി വരണ്ട. എന്നാലും ആ പെണ്ണും ചെറുക്കനും ഇപ്പം എന്തെടുക്കുമായിരിക്കും? നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നുണ്ടായിരിക്കും അല്ലേ?